ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് കോളേജിൽ പോകണ എന്താ സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ കാർ എടുത്ത് റെഡി ആയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമുക്ക് കോളേജിൽ പോയിട്ട് അവിടുത്തെ എന്താ സംഭവം എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. സോ ഗൈസ്, നമ്മൾ എവിടെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സോ നമ്മൾ വന്നിരിക്കുന്നത് VIT കമ്മ്യൂണിറ്റി റേഡിയോയിലാണ്. സോ VIT കമ്മ്യൂണിറ്റി റേഡിയോ 90.8 ആണ്. സോ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ കേൾക്കാൻ പറ്റുന്ന റേഡിയോ സ്റ്റേഷനാണ്. സോ നമ്മുടെ അഗ്രികാരാണ് മെയിനായിട്ട് ഇതിൽ കാര്യങ്ങളും പ്രീ റേഡിയോ ഒക്കെ നടത്താറ്. സോ ഫാമേഴ്സിന് ആവശ്യമുള്ള ഇന്ന കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇന്ന അസുഖം വന്നാൽ ഇതൊക്കെ ചെയ്യാം, ഇന്ന ഡിസീസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പെസ്റ്റ് വന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിൻ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. സോ ഇവിടെ എന്താണ് ഇപ്പോൾ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് മുഹറത്തിൻ്റെ ലീവാണ്, ക്ലാസ്സും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സബരീഷിന് ഒരു ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ ഡബിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ്. സോ അതിൻ്റെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ റേഡിയോ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ. ഇവിടെയാണ് റേഡിയോൻ്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുക. സോ ഇവിടെ ഡബിങ്ങിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഗൈസ്, അപ്പോൾ അവൻ്റെ ഡബിങ്ങും കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് എൻ്റെ പഴയ റൂംമേറ്റ്സ് ഇവിടെ ഹോസ്റ്റലിൽ. സോ അവൻ്റെ അടുത്ത് പോയി കുറച്ച് ദിവസമായി വിളിക്കണം, 2 ദിവസമായി വിളിക്കണം പാടാണെന്നുണ്ട്. അപ്പോൾ അവിടെ പോയി ഇന്ന് കുറച്ച് സംസാരിച്ചിട്ട് വരാം. സോ ആ ഒരു ബ്ലോക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ മുമ്പ് ആ ഒരു ബ്ലോക്കിലുണ്ടായിരുന്നു. ബ്ലോക്ക് എന്നാണ് ആ ഒരു ബ്ലോക്കിൻ്റെ പേര്. നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് ബ്ലോക്കാണ്. സോ നമുക്ക് അങ്ങോട്ട് പോകാം. ജസ്റ്റ് നമ്മൾ ആ ഒരു ബ്ലോക്കിലേക്ക് എത്തിയിട്ട് ഇനി പുള്ളി കയറിയിട്ട് അവന്മാരുടെ റൂമിലേക്ക് പോട്ടെ കേട്ടോ. അവന്മാരുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഓപ്പോസിറ്റ് ദേ കാണുന്നതാണ് കേട്ടോ അവന്മാരുടെ റൂം 125. എന്തായാലും കയറി സംസാരിച്ചിട്ട് കാണിച്ചാൽ ഗൈസ്, ഈ സ്ട്രെയിറ്റ് ആയിട്ട് കാണുന്നതൊരു സബ്വേ ആണ് കേട്ടോ. സോ അതിൻ്റെ മുകളിൽ കൂടെ വേണം നമുക്ക് ട്രെയിനും കാര്യങ്ങളൊക്കെ പോകും. സോ അതിൻ്റെ അടി കൂടെ പോകണം നമ്മൾ ബോയ്സ് ഹോസ്റ്റലിൽ നിന്ന് പുറത്തേക്ക് കിടക്കണമെങ്കിൽ. പുറത്തേക്ക് കിടങ്ങി നമ്മൾ ഈ വഴി കൂടെ പോകണം. സോ അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെയാണ് നമ്മൾ പോകേണ്ടത്. സോ ഇങ്ങനെ പോയിട്ടാണ് നമ്മൾ അപ്പുറത്ത് ബാക്കി എഡ്യൂക്കേഷണൽ ബിൽഡിങ്സിൻ്റെ അവിടേക്കൊക്കെ പോകാനായിട്ട്. ഗൈസ്, ഇവിടെ തൊട്ടാണ് നമ്മുടെ ഫീൽഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതൊക്കെ ഇവിടെ സൈഡിലായിട്ട് നമുക്ക് കുറേ ചെടിച്ചട്ടിയിൽ കുറേ ചെടികളും പിന്നെ ഇവിടെ വാഴയും കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു ബൊട്ടാണിക്കൽ നഴ്സറി ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിത് ഇവിടെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇവിടെ നമുക്ക് പാടത്തിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, നമുക്ക് ചെയ്യാനുള്ള സമയമാണുള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ ജൂനിയേഴ്സ് ഇവിടെ നമ്മുടെ നെൽകൃഷി ചെയ്യുന്നതായിരിക്കും. സോ ഇവിടെ ജസ്റ്റ് പ്ലൗ ചെയ്ത് ചെറുതായിട്ട് ചെയ്തിട്ടിട്ടുള്ളൂ. അപ്പോൾ അതിന് ശേഷം അവർ വന്ന് നടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പുറത്തും നമുക്ക് കുറച്ച് സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ ഇവിടെ അവർ വിത്തിട്ട് മുളപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഫീൽഡും കാര്യങ്ങളും സെറ്റപ്പൊക്കെ കേട്ടോ. സോ നമ്മളും ഇവിടെ മുമ്പ് കൃഷിയും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നെൽകൃഷി കഴിഞ്ഞ പോലെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ക്ലിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ നെൽകൃഷി ചെയ്തതിൻ്റെ പടങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ചെയ്ത് തന്നെയാണ്. സോ ഗൈസ്, നമ്മളത് 5 കഴിക്കാൻ വന്നിരിക്കുകയാണ്. സോ ഇവിടെ മീൽസും കാര്യങ്ങളൊക്കെയാണെന്ന് കേട്ടോ. പക്ഷേ ഇവിടെ കുറേ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും പോയി നോക്കട്ടെ എങ്ങനെയാണ് ഫുഡും കാര്യങ്ങളും. നോൺ വെജ് മീൽസാണ് പറഞ്ഞിട്ടുണ്ടായത്. സോ നമ്മുടെ മീൽ വന്നിട്ടുണ്ട്. നമുക്കിടെ ചോറും കുറേ കറികളും വന്നിട്ടുണ്ട്. സോ സേമിയ പായസം, മുട്ടക്കറി, മീൻ കറി, പിന്നെ ചിക്കൻ കറി, മോര്, രസം, സാമ്പാറൊക്കെ വന്നിട്ടുണ്ട്. സോ അതൊക്കെ നമ്മളൊന്ന് കഴിക്കട്ടെ കേട്ടോ. സോ ആദ്യം തന്നെ നമ്മുടെ മീൻ കറി നല്ല സോഫ്റ്റ് മീനും കാര്യങ്ങളൊക്കെയാണ്. അത് ഇട്ടിട്ട് ഒരു പിടി പിടിക്കാമെന്ന് വിചാരിച്ചു. സോ മീൻ കറി ഇട്ടിട്ട് നല്ലോണം കുഴച്ച് ചോറ് കഴിക്കാൻ പോവാണ്. അതിനുശേഷം നല്ല അടിപൊളി മുട്ടക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ മുട്ടക്കറി മേടിച്ചിട്ട് ഒരു പിടി കൂടി കുടിച്ചു. കുറച്ച് ബാക്കി ചോറുകൾ. പിന്നെ അതിന് ശേഷം സാമ്പാർ കൂട്ടി ഒരു പിടി കുടിച്ചു. സോ നമ്മുടെ അവിടുത്തെ എത്ര പോരാ എന്നാലും കുഴപ്പമില്ലാത്ത സാമ്പാറാണ്. അതിനുശേഷം പായസവും കുടിച്ച് തീർത്തു. ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വലിയ പരിപാടികളൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഉണ്ടായാൽ എന്തായാലും കാണിക്കുന്നതായിരിക്കും. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മളൊരു പടത്തിന് പോകാൻ പോവുകയാണ്. സോ അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളും ഞാൻ നാളത്തെ വീഡിയോയിൽ ആഡ് ചെയ്യാൻ. കാരണം പടത്തിന് പോയപ്പോഴേക്കും ലേറ്റ് ആവും. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇറങ്ങാനും ലേറ്റ് ആവും. സോ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്താണ്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നാളെ അടിപൊളിയായിട്ട് വ്ളോഗ് വരുന്നതായിരിക്കും. ബൈ.